നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞ സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജോലി തിരക്കും കാര്യമെല്ലാം കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുമായിരുന്നു. ഇപ്പം ചുമ്മാ ഇവിടെ വന്നത്, അതായത് നമ്മളിപ്പോൾ കോന്നിയിലുള്ളത്, കോന്നി വന്നു കഴിഞ്ഞപ്പോൾ കൊക്കാത്തോടൊന്ന് പോകാമെന്നൊരാഗ്രഹം. അപ്പോൾ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ കൊക്കാത്തോട് പോകുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അതെ, കൊക്കാത്തോട് നമ്മൾ പോയിട്ടുണ്ട് ഒരു വട്ടം, നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അതെ, കൊക്കാത്തോട് ഒത്തിരി മാറിപ്പോയി. നമ്മളവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ കാണാം. ഇപ്പം കാട്ടാന ആക്രമണം, കാട്ടാന ശല്യം എല്ലാം ഉള്ള കൊക്കാത്തോടിലേക്ക് നമ്മൾ വന്ന്. അന്ന് നമ്മൾ മുമ്പ് ഇത്തരം ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ, പക്ഷേ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അഡ്വഞ്ചർ ട്രിപ്പായിരിക്കും ഇന്ന് ഈ വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ നമ്മളങ്ങനെ കൊക്കാത്തോട് പോകുന്നതായിരിക്കട്ടെ. കൊക്കാത്തോട് പോകുമ്പോൾ എപ്പോൾ നമ്മൾ പോയാലും ഈ പാലത്തിൽ സ്റ്റോപ്പാണ് നമുക്ക്. അങ്ങനെ പാലത്തിൽ നിൽക്കണം. പാലത്തിൽ നിന്നപ്പം ഷൂട്ടിങ് ഏതോ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. മലയാളത്തിലെ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ ബാക്കി നടത്തുന്നുണ്ട്. വണ്ടി യൂണിറ്റ് വണ്ടിയൊക്കെ പുറകെ കിടപ്പുണ്ട്. ഞാനും പൊന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും വണ്ടിയിൽ പോയി. ശ്രുതിയും ഹിബിനും ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്തു, അവരും പോയി. ഇപ്പോൾ ഞങ്ങൾ രണ്ട് മാത്രം ബൈക്കിലാണ്. നമ്മുടെ ബൈക്ക് ഉണ്ട് ബാക്കിൽ പോയിട്ട് ഞാനും പൊന്നയുടെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാം ഷൂട്ട് ചെയ്ത് പുതുക്കെ പോകും. ഞങ്ങൾ പലപ്പോഴും നമ്മൾ വരുമ്പോൾ ഉള്ള കാണുന്ന സീനുകൾ, ഈ സൈഡിലത്തെ പാറയൊക്കെ സ്ഥിരം കൊക്കാത്തോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ കൊക്കാത്തോട്ടിൽ നമുക്ക് നീരമക്കുളം പോകണം. നീരമക്കുളം ശരിക്കുള്ള സ്ഥലം നമുക്ക് പോകണ്ടേ. ഇപ്പം നോക്കി ലൊക്കേഷനൊക്കെ സൂപ്പറാണ്. നമ്മൾ വരുന്ന ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഷൂട്ട് ഞങ്ങൾ കാണിച്ചു. നമ്മുടെ KSRTC നേരെ നമ്മുടെ ഫ്രണ്ട് KSRTC വരുന്നുണ്ടോ. ഇത് കൊക്കാത്തോട് KSRTC വരുന്നത്. കൊക്കാത്തോട് KSRTC വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ നമ്മളെ കാട്ടിക്കൂടെ നടക്കുന്നൊരു ഫീലാണ്. നല്ല തണുപ്പും ഇല്ലേ പിന്നെ രസമുണ്ട് പരിപാടി. അവർ പോയതുകൊണ്ട് നമുക്കിനി കുറേ സമയം എടുത്ത് ഇതൊക്കെ ചെന്ന് അവരവിടെ ചെന്നൊന്ന് സെറ്റിലാകുന്ന സമയം കൊണ്ട് നമുക്ക് ചെന്ന് അവരങ്ങ് നിർത്തിയിട്ടില്ല, അവർ വിട്ടും പോകുമായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോൾ കഴിഞ്ഞ അടുത്ത ട്രിപ്പിലെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ വരുന്ന വഴി ഒരു തോട്ടിൽ ഇറങ്ങുമായിരുന്നു ഇവിടെ വരുന്നത്. പക്ഷേ വെള്ളമൊന്നുമില്ല, വെള്ളം എല്ലാം പറ്റി ഒരു പരിവായിട്ട് കിടക്കുക. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ വിടാം. ഞങ്ങളങ്ങനെ നീരമക്കുളം വന്ന വഴിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജിത്തുവിൻ്റെ നമ്മൾ ജീപ്പയിൽ ക്യാമറ കൊടുത്തിട്ട് എടുക്കാൻ പറ്റും. നമ്മളൊക്കെ സമയം ഓടി എത്താൻ പറ്റില്ല. അവിടെ നമ്മളോട് ഫ്രോൺസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അടി തട്ടുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ. അപ്പോൾ നല്ലൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു കയറി വരാം, പക്ഷേങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇപ്പം ഞാൻ വീണേന് നമ്മുടെ ക്യാമ് നമ്മൾ ഫോണിലത് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ വീട്ടിലോട്ട് വരുന്നതിന് നല്ലൊരു ഞാൻ ഈ കല്ലിനകത്തെല്ലാം കയറി മേളിൽ ചെന്നത്തേക്ക് ഹിമാലയം കിടന്ന് കുറച്ച് കറക്കമൊക്കെ ഇറങ്ങി. അപ്പം
ഇനി വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. മമ്മിയുടെ ജന്മസ്ഥലം മമ്മി അയവറക്കുന്നു. വീട് വന്നിട്ടിരുന്നല്ലേ? വീട് മൊത്തം കാട് പിടിച്ച് കിടക്കുക. കാരണം താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ടും മോൻചാച്ചൻ അങ്ങ് പോയത് കൊണ്ടും എല്ലാം ഇവിടെ കാട് പിടിച്ച് മൊത്തത്തിൽ കിടക്കുക. അയ്യത്ത് ഗ്രാമ്പു പറിക്കുന്നു. ഗ്രാമ്പു പറിക്കുന്നത് കണ്ടിട്ട് വരാമ്പാ. ഗ്രാമ്പു പറിക്കുന്നത് കാണാം. ദേ ആലിയമ്മയൊക്കെ വന്നപ്പോഴേ അയ്യത്ത് ഓടി നടക്കുന്നു. നീ ഞാൻ നാന വന്ന് ഇവിടെ വന്ന് ഇറക്കിയിട്ട് പോയത് ഒന്നേ ഉള്ളായിരുന്ന കൂട്ടമായിരുന്ന. ഇതാണ് നമ്മുടെ കണ്ടോ നമ്മുടെ ഇറച്ചിക്കൂട്ടിനകത്തൊക്കെ ഇടുന്ന ഗ്രാമ്പു. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പൂ സ്റ്റാർ ആകുന്നല്ലേ? നല്ല നിറം ഇതല്ലേ? നല്ല മണം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി. ഇന്നലെ ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അയ്യത്തിൽ ആന ഒന്ന് കയറി ഇവിടം വരെ വന്നിട്ട് ആന പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നോണ്ടേ അയ്യ മൊത്തം കാട് പിടിച്ച് കിടക്കുക. എന്താ ഇപ്പം എല്ലാം കിട്ടിയോ? ആന താർത്തിട്ട് പോയാൽ അതായത് ഗ്രാമ്പ് പറിച്ചാൽ ഇവൻ ഗ്രാമ്പ് പറിച്ചാ. ഇതാണ്ട ഗ്രാമ്പൂവിൻ്റെ മരം. ആന്നാ ഗ്രാമ്പൂവിൻ്റെ മരം കേട്ടോ. ആ ഇതെല്ലാം ഗ്രാമ്പ് കേട്ടോ ഇവിടെ നിൽക്കുന്നതൊക്കെ. ഞാൻ കിട്ടി ഗ്രാമ്പ്. ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്താണ് ഗ്രാമ്പിൻ്റെയൊക്കെ. പപ്പ അങ്ങ് കറങ്ങി നടക്കുക. ആന ഒന്ന് ഇറങ്ങിപ്പോ അല്ലയോ? ചവിട്ട് തേമ്പ് ഇട്ടിട്ട് പോയി. ആന മൊത്തം വന്നിറങ്ങി. ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെയും കൂടെ വന്നിരുന്നെങ്കിൽ ആനയെ കാണാമായിരുന്നു. ഇപ്പം കണ്ട് മൊത്തം വന്നിറങ്ങി. അച്ഛൻ ഫെൻസിങ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത്. എനിക്ക് അവിടെ മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. അച്ഛൻ അങ്ങ് വരുന്നതുകൊണ്ട് അച്ഛനിപ്പോൾ ഫെൻസിങ് ഒന്നും ഇടാറില്ല. നമുക്ക് മൊത്തം ആന കയറി മെതിച്ചിട്ട് പോയേക്കുക. കൂട്ടമായിരുന്നു പറഞ്ഞു. കൂട്ടത്തോടെ വന്ന് ഉള്ള വാഴയും എല്ലാം നശിപ്പിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ആന വന്ന വഴിയിലൂടെ പപ്പ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ ഓടി വഴി ആന ഓടി വഴി ചെരുപ്പ് ഊരിയിട്ടാ ഓടി കേട്ടോ. ചെരുപ്പ് പറിച്ച് ഇടപെട്ട് ഓടിക്കിടപെട്ട് ഇവിടെ എല്ലാം ആനത്താരയാണ്. ഇതിന് ഇവന് ഉണ്ടോ അപ്പം ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോന്ന് അറിയാം. ഇല്ല ഞങ്ങളുടെ മുന്നേ കൂടെ ചാടിപ്പ്. ആ നമ്മൾ നിങ്ങൾ ആദ്യം വന്നോണ്ടാ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വന്നില്ലല്ലോ. ഒരു മരം കണ്ടോ ഉണങ്ങി നിൽക്കുന്ന മരം. ഇസുക്കുട്ടൻ വേണ്ട ഇപ്പിൻ്റെ കൂടെ. കാരണം നമ്മളീ പോകുന്ന സ്ഥലം ഇത് അയ്യം കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. അപ്പം ആനയ്ക്കൊന്നും കയറി വരുന്നതിന് വലിയ പാടൊന്നുമില്ല. ഇതിനകത്ത് ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയാത്ത അവസ്ഥയാണ്. നമ്മളിത്ര ഏക്കർ സ്ഥലം കിടക്കുന്നതുകൊണ്ട് ഇതിനകത്തങ്ങനെ ആന ഇതിനകത്തുണ്ടോ പകലും ഉണ്ടോ നമുക്കറിയത്തില്ല. നമ്മളേതായാലും പോയി നോക്കുക. എന്താ പറങ്കിമാത്തോട്ടത്തിൽ കൂടെ നടക്കും. പറങ്കിമാവൊക്കെ ആന കിട്ടിയാൽ വിടുവോ? ഇവിടെയൊക്കെ ഇതൊക്കെ എന്തോടെ മെതിച്ചിട്ടേ ഇവിടെയൊക്കെ. ഇവിടെ നോക്ക്. ഇവിടെ ഇതൊക്കെ എന്തോ ഇത്ര നേരത്തെ അച്ഛൻ ഇവിടെ എന്തെങ്കിലും ചെയ്തതാണ്. അത് ഇതുങ്ങൾ കിടന്ന് മേഞ്ഞിട്ട് പോകുന്നതാണ്. നമ്മളപ്പോൾ എടുക്കുന്ന ടാസ്ക് ഇച്ചിരി വലിയ ടാസ്ക്കാണ് കേട്ടോ. വെച്ചാൽ ഇതിനകത്തൂടെയൊക്കെ നമ്മൾ നടന്നിട്ടേ ആനയെ വല്ല ഇതിന് ഇടയ്ക്കെങ്ങാനും കണ്ടാൽ പിന്നെ തിരിച്ചോടാനുള്ള വഴി പോലും തിരിച്ചറിയത്തില്ല. ചെതറി ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് കാടും ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ്. അച്ഛൻ ഇതെല്ലാം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡും കഴിച്ചൊരു ഗെറ്റുഗദർ പോലെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കണ്ടോ ആ തേക്ക് നിൽക്കുന്ന സ്ഥലം തൊട്ട് അങ്ങോട്ട് കാടാണ് അകത്ത്. ഇല്ല താഴോട്ട് കാടാണ്. ഇതെല്ലാം നമ്മുടെ റബ്ബറെല്ലാം വിറ്റ്
കണ്ടോ ഇതെല്ലാം കഴിഞ്ഞാൽ ആ തേക്ക് നിൽക്കുന്ന താഴത്തെ സ്ഥലം തൊട്ട് അങ്ങോട്ട് കാടാണ്. ഇസുകൂടം കാട് കാണാം. ആനയെ കാണാൻ പറഞ്ഞു ഇസുകൂടം എന്തിനാ വന്നാ? ഇസുവിന് ആനയെ കാണാൻ പറഞ്ഞു ഇസു വന്നാ. ഇസു ആനയെ കാണാൻ വേണ്ടി വന്നാ ഓടി. ആന കണ്ടോ ഇസുവേ? ഉപ്പൊക്കെ നേരെ ഇട്. കറക്റ്റ് ഷേപ്പിൽ കിടപ്പുണ്ട് നമുക്ക്. അത് ചവിട്ടിയിട്ട് പോയത് ഇതുവഴിയാണ്. ആനയുടെ വഴിയുടെ ഏകദേശം ധാരണയായി. ആനയുടെ ഹൈവേ ആണിത്. എന്താ ആഴാന്തയാണ്. ഇരിച്ച് തൂക്കി വെച്ചേക്കുവാണ്. ഇന്ന് കൊമ്പിനിട്ട് ചീകുന്നതാ നമുക്ക്. ഡമ്പൂ മോച്ചാൻ ഏതായാലും ഇവിടുന്ന് പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇനി ഇത് ഫൈറ്റ് കൂടത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇതൊക്കെ നമ്മൾ ഗ്രാമ്പ് പറിച്ചതിൻ്റെ ഈ കിടക്കുന്നതൊക്കെ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത്രയും തെളിയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഈ ആനയൊക്കെ വന്ന് കയറി മേഞ്ഞിട്ട് പോകുന്നതാണ് ഇത്രയും തെളിഞ്ഞ് കിടക്കുന്നത്. കളിച്ച് മുള വരും. മമ്മിയും പപ്പായും വന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്യുവാണ്. അത് ആനയെ കാണുമ്പോൾ പപ്പ ഒരു പ്രത്യേകത ആക്ഷൻ ഇടുമ്പോൾ പപ്പ ഓടി രക്ഷപ്പെടും. അല്ലേ പപ്പ? ആ ഗ്യാപ്പിൽ ഓടിക്കോണ്. ഇസുവിന് ആനയെ കാണാൻ പറ്റിയത് അതിന്റെ ചെവിന്റെ മണ്ട കയറിയേക്കോ. ഇസു ആനയെ കണ്ടോ? നമുക്ക് വീടിനകത്ത് കയറി കാണാം. പഴയ വീടാണ് കേട്ടോ. ഇതുകൊണ്ട് മൊത്തം ചെള്ളാണ്. നമ്മളിതിനകത്ത് താമസം ഇല്ലാത്തതുകൊണ്ടേ ഈ ചത്ത് കിടക്കുന്നതൊക്കെ ചെള്ള കേട്ടോ. ഈ കറുത്ത് ഒരു സമയമാകുമ്പോൾ ഇത് ഭയങ്കര ഇതാണ്. ഉണ്ട് ഇതൊക്കെ പഴയ മുറിയും അറയ നിലയൊക്കെ ഉണ്ട്. അച്ഛൻ അറയ നില എടുത്ത് ഇപ്പം ഇതാക്കിയെന്ന് തോന്നുന്നു. റബ്ബർ ഷീറ്റ് ഉണക്കാനുള്ള സെറ്റപ്പ് ആക്കിയെന്ന് തോന്നുന്നു. മൊത്തം ഇതാ കേട്ടോ. തേങ്ങ കിടപ്പുണ്ട്. തേങ്ങ എന്തിനാടാ ചൂര്? ഈ മമ്മി ഇത് മൊത്തം ചള്ളാന്നോ ജയ് കിടക്കുന്നത്? മൊത്തം ചള്ള ഇല്ലേ ഈ കിടക്കുന്ന? മൊത്തം ചള്ള. കുഞ്ഞൊക്കെ ഉറക്കി കേട്ടോ. ഇസു ഉറക്കണം കുഞ്ഞിയെ കേട്ടോ. വാവോ വെച്ചോ. കണ്ണി കുത്തില്ല. അവൾ ഉറങ്ങിക്കോളൂ. നീ കണ്ണ് പിടിച്ചടക്കിയൊന്നും വേണ്ട കേട്ടോ. പാവം കൊച്ച്. കുക്കിംഗ് ആണോ വിജയൻ്റെ? എന്താ കപ്പയാണ്? കപ്പയും ഉണക്കമീനും. എന്ത് ഉഷാൻ്റെ അവിടെ പോയി? ചേമ്പുണ്ടോ? ഇല്ല, കപ്പ മാത്രമല്ലേ. നമുക്കിന്ന് ഉച്ചക്കത്തെ ഫുഡ് കപ്പയും ഉണക്കമീനും മുളക് ചമ്മന്തിയും പിന്നെ ഞാൻ പറഞ്ഞ പ്രകാരം തേങ്ങാ ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ചുമ്മാ ഇരുന്നേണ്ട ഒരു പണിയില്ല, ചുമ്മാ ഇവിടെ ഇരിക്കുക. എന്നാ പോയിന്ന് സഹായിക്കുക അടുക്കള. തോണ്ട് പോന്നു. അതിനെ പിടിച്ചോണ്ടോ? ഏതേണ്ട് പോന്നു. തോണ്ട് പോന്നു പിടിക്കാന്. അവൻ ഓടിപ്പോയി. അവനെ ഓടിച്ചിട്ട് പിടിക്കാം. കമാൻ. ഇസുക്കൂട്ടിന് ഓടാൻ സ്ഥലം കിട്ടിയപ്പോഴേക്കങ്ങനെ ഇസുക്കൂട്ടിന് ഓടാൻ സ്ഥലം കിട്ടിയവനെ. കുഞ്ഞ് താഴെ പോയി. സു മമ്മി കിടന്നിട്ട് ആയിട്ട് കാര്യമില്ല. അത് കപ്പയാണെങ്കിൽ താഴെ വരണോ? കപ്പയും കട്ടൻ കാപ്പിയും കാന്താരി സമ്മന്തിയും തേങ്ങാ സമ്മന്തി പിന്നെ മമ്മി ഉണക്കമീൻ. അല്ലേ മമ്മി?
എവിടെ ഐസ് ഇരിക്കുന്നേ? ഇസ് എവിടെ ഐസ് ഇരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ വെക്കണ്ട, അങ്ങനെ പറയാണ്ടോ ചെയ്തിട്ട് ഇനി ഇങ്ങനെ കൂട്ടായ്മ ഇല്ലല്ലേ? അല്ല ഇനി ഇവിടെ ഇങ്ങനൊരു ഇതുകൂടെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. മമ്മി ജനിച്ച് വളർന്നോടാ പറ. മമ്മിക്ക് കണ്ടപ്പോഴേ കാട് പിടിച്ച് കിടക്കുന്ന കാണുമ്പോ മമ്മി സങ്കടമായി. മമ്മിക്ക് ഒരു തുമ്പായും കുന്തലിയൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാം. അതെ. എന്താ മമ്മി എന്താ പറഞ്ഞേ? മമ്മി ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? മമ്മി വന്നിട്ട് ഒത്തിരി നാളായി. നമ്മളെല്ലാം കൂടെ വന്നു. അന്ന് അതിപ്പോ 2 കൊല്ലം ആയില്ലയോ? 2 കൊല്ലം നമ്മളെല്ലാം കൂടെ വന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നത് വിജയന്റെ ഇല്ലായിരുന്നു. ശരിയാ, കിട്ടുന്നില്ല. അതെല്ലാം വള്ളിയേറി കിടക്കുക. പറ 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 നെസ്റ്റ് പറ കേക്കട്ടെ. പറ നെസ്റ്റ് പറ. ഇനിയില്ല, ഇനി ഇങ്ങനെ കൂട്ടായ്മ ഇവിടെ വന്ന് കൂടാൻ പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് പെട്ടെന്ന് പറ. അതാ പറയാൻ പറഞ്ഞേ. രാവിലെ സ്കൂളിലേക്ക് ഓടിപ്പോകുന്നതും 3ാം തലമുറ അല്ലേ മമ്മിയുടെ? അല്ല, ഉഷാൻ്റെ കഴിഞ്ഞിട്ടുള്ള 3ാം തലമുറ ഉണ്ട് ഇവള് അല്ലേ? അവള് വരെ ഇപ്പൊ നമ്മൾ കണ്ടു വീട്. ഇവിടെ ഇനി അങ്ങോട്ട് വീടില്ല. കാണാനായിട്ടാണ് എല്ലാവരും ഇവിടെ വന്നത്. ഞങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രിസ്മസ് ഓണം ഒക്കെ വരുമ്പോൾ എല്ലാരും കൂടി ഇവിടെ ഒത്തുകൂടുന്ന ഒരു നെക്സ്റ്റ് ഇയർ എന്ത് ജീനമ്മേ അറിയില്ല. ഇവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു. അവിടെ ഞങ്ങള് കുഞ്ഞിനെ വന്നു കഴിഞ്ഞാൽ കുറെ സാരിയൊക്കെ എടുത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാം വലിയ ന്യൂസ് വെച്ച് ഇത്രയും ആട് പശു വലിച്ചോണ്ട് ഓടി ഭാഗമായിട്ട് മാറാൻ സാധിച്ചതിൽ മോഞ്ചന് നൊസ്റ്റ് ഒന്നുമില്ല ചോദിച്ചാ പറയാന്. ചങ്ക് പൊട്ടി അച്ഛനിരിക്കുന്നത് ഇവിടെ ആണോ അച്ഛാ? സാഹചര്യ സമ്മർദ്ദം മൂലം കൊടുക്കേണ്ടി വന്നു. നമ്മളിത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആനയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. നമ്മൾ വന്നപ്പം തന്നെ ഇന്നലെ വൈകിട്ട് മൊത്തം ആന ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെതായ പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം. പറഞ്ഞോ ശ്രുതി പറ. ശ്രുതി എനിക്ക് അത്ര വലിയ നൊസ്റ്റാൾജിയ ഇല്ല. ഞാൻ ഓർക്കുന്നില്ലെന്നൊന്നും. എന്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ പറയാനുള്ള വ്യക്തിയാണ്. പശു ഓടിച്ചാന്നോ ചെത്ത്? പശുവിനെ കൊണ്ട് പോയതാണ്. ചില ഞങ്ങളുടെ എന്ന് മാത്രം പറഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത്? ഇതിന്റെ മറ്റേ മഴത്തുള്ളിക്കലക്കത്തിന്റെ അവസ്ഥയായിരുന്നു. അതിലും ദയനീയമായിരുന്നു. പുറത്തു പറയാൻ പറ്റാത്ത ഞാൻ കൂടുതൽ പോയ വഴിക്ക് ഞാനൊരു തെങ്ങും പറഞ്ഞു. ആ തെങ്ങ് ഇവിടെ ഡ്രസ് എന്തുവായാലും പിന്നെ കൊട്ട വെച്ചാ നടന്നേന്ന്. എനിക്കെന്തും ഓർമ്മയുണ്ട്. അതിരുമ്പോഴേ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോക്ക് പോയി. ഒരു നീല ജീൻസിന്റെ പാവാടയും വെള്ളം എന്തിനാ ഓർത്തിരിക്കുന്നത്? ഞാൻ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഇന്നത്തെ വൈബ് നമ്മള് കപ്പ, ഉണക്കമീന്, തേങ്ങാ സമ്മന്തി, മുളക് സമ്മന്തി എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ആക്കും. അതാണ് സുഖം. ഇതിനൂടെ കട്ടൻ കാപ്പിയും കൂടെ അത് സൂപ്പറാ. കൊക്കോ ഉണ്ടോ അവിടെ? കൊക്കോയും കാപ്പിയും മൊത്തം.
നമ്മൾ വഴി തെറ്റിയ പിള്ളേരെ പോകുന്നത്. ഇത് എങ്ങോട്ട് ഇറങ്ങി പോകുന്നേ? കിണറിൻ്റെ മേളിൽ കൂടെ പോകണം. ആ പോ. അല്ല പച്ചില പാമ്പ് ഉണ്ടോന്നോ ഇതൊക്കെ നോക്കണം. എന്ത് പരുത്തുണ്ടോ? കിളി കൊത്തിയതാ. മാംഗുസ്റ്റി അയ്യോ കുരുമുളക് കിടക്കുന്നു. ഇവിടെ കിടക്കുന്നു. ആ താഴെ പോയതാ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ നടക്കാറിങ്ങിയതാ. കഴിച്ച കപ്പ ദഹിക്കാൻ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ദേ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഉഷാൻ്റെയും മമ്മയും കൂടെ കമ്പ് പറിക്കുന്നു. ഞാൻ പോകണ്ടോ അമ്മ പറിക്കാനേ? ഉണ്ട്. അമ്മമാർ പറിച്ചിട്ട് കളയുമ്പോൾ ബാക്കിയുണ്ടല്ലേ? ആ ശരി, എൻ്റെ മേളൊക്കെ നിൽക്കുന്നില്ല. ഇമാര് എന്ത് പറിച്ചതാ? ഇന്നലെ ആന വന്ന് നശിപ്പിച്ചതിൻ്റെ ബാക്കി പത്രം കാണാൻ നമുക്ക് ഇതുവഴി പോവാം. ഉണ്ട്, ഇതുവഴി വന്നുണ്ട്. ആന ഇന്നലെ വന്ന് നശിപ്പിച്ചിട്ട് പോയത് ഇത്രയും കൂട്ടം എന്ന് പറയാം. ആനക്കൂട്ടം വന്നുണ്ട് മൊത്തം നശിപ്പിച്ചിട്ടേക്കുവാ. നമുക്ക് പൊന്നായി പട്ടീന്ന് കേട്ടപ്പോൾ തിരിച്ചു വന്നു. ആനയെ കാണാൻ കുഴപ്പമില്ല, പക്ഷെ പട്ടി കാണാം. ആന ഇതുവഴി ഇറങ്ങി വന്നു കേട്ടോ. ഇവിടെ മൊത്തം ഇടിച്ചിട്ടുണ്ട്. ഇവിടെ ഇടിച്ചിട്ടുണ്ട്. ആ അവിടെ അതപ്പുറത്തെ വീടാടാ പോനപ്പോൾ കണ്ടോ. ഇതാണ് മോഹൻചാച്ചനുള്ള അയൽവക്കമായിരുന്നത്. ഒരു അയൽവക്കക്കാരെ ഇപ്പം അവിടെയും വീടുന്നു. ആളുണ്ട്, താമസമുണ്ട്. ഇല്ല, അവരും വിറ്റ് പേർക്ക് പോയി. അവിടെ പക്ഷേ പട്ടിയുണ്ട്. പൊന്നായയുടെ ഗൈഡ് കണ്ടോ. പൊന്നായി ഇങ്ങനെ പറന്ന് നടക്കുക. ഇതെന്താ ചിത്ത് ഈ സാധനം? കോമ്പുലാന്ന്. അതല്ല, എന്താ പൊന്നപ്പോൾ ഇത്? ഇതിൻ്റെ പേരറിയുന്നവർ പറയൂ. ഇതിൻ്റെ പേരെന്താ? ഓ മീശമാധവത്തിന് കറുകപ്പുല്ലാന്ന്. ആ കുഞ്ഞിപ്പെണ്ണേ, ആനക്കാണ് ഇറങ്ങിയാന്നാ? ഞങ്ങൾ ആനക്കാണ് ഇറങ്ങിയതാ. ആനയുണ്ടെങ്കിൽ എല്ലാം ചെതറി ഓടാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ഈ വഴി നടന്നു പോയതാ, ഒന്നും കണ്ടില്ല. അതെ ശരിയാ, പന്നിയും മ്ലാവും ഒക്കെ കാണാം. ഇപ്പം സമയം ഏകദേശം 4 മണിയോളം ആയിട്ടുണ്ട്. അപ്പം പിന്നെ കാണാൻ സാധ്യതയുണ്ട്. വലിയ അലപ്പൊന്നുമില്ലാതെ ചെന്നാൽ വല്ലതിനും കാണാൻ പറ്റും. ഇതുവഴി അങ്ങോട്ട് പോകണം. മൊത്തം കൃഷിയായിരുന്നു. ഞാനും മോഹൻജാനും കോവിഡ് നിങ്ങളല്ലേ ഇവിടെ ആയിരുന്നല്ലേ? രണ്ടും വാരുന്നത് എന്ത് ചേമ്പ്, ചേന, കപ്പ എന്ത് പറിച്ചെന്നറിയോ? അന്നൊക്കെ പന്നിക്ക് കോവിഡ് ലീവ് കൊടുത്തേക്കുമായിരുന്നു. മൊത്തം ചേനയായിരുന്നു. 2 പേര് ചേന. അതെ, നമ്മള് ഇതെന്താ വഴിയെന്ന് തോന്നി അങ്ങോട്ടുണ്ടോ? അവിടെ വരെ ഉണ്ട്. ഈ തൈക്കൊടി പണ്ട് ഇവിടെ ഒരു പറങ്ങാവുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജസ്റ്റ് പറയാനാണെങ്കിൽ ഇവിടെ ഒരു പറങ്ങാവുണ്ട്. അത് ഇങ്ങനെ ഒരു വളഞ്ഞ കമ്പൗണ്ട്. ഞങ്ങളെല്ലാം വന്ന ഊഞ്ഞാലാടാൻ വരുന്ന ഫസ്റ്റ് അവിടോട്ടാ. അല്ലേ എന്ത് വെക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ചോട്ടിലാണ്. ഇവളുണ്ടല്ലോ, ഞാൻ വന്നപ്പോ ഈ പരുവമേ ഉള്ളു. ഇച്ചിരി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ വാല കുട്ടിയുണ്ട്. ഇതുപോലൊരു കിളിക്ക് ഇവിടെ കിളിക്കൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. അന്നും ബോധമില്ല, ഇന്നും ബോധമില്ല. അന്നും ഇല്ല, അന്നും ബോധമില്ല, ഇന്നും ബോധമില്ല. നോക്ക്, ശരീരം വളർന്നേ ഉള്ളു. അവിടെ മനസ്സ് ഇപ്പോഴും ആയതുകൊണ്ട് ബുദ്ധിക്ക് മറച്ചില്ല. ആറ്റി വരുമ്പോ ആറ്റിക്ക് കൂട്ട് ഞാനേ ഉള്ളായിരുന്നു. ആറ്റിയുടെ പറയാം അതല്ല ആൻറ്റി, ഈ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതല്ല ഇതേ ആനപ്പെണ്ണം കിടക്കുന്നുണ്ട്. ആനപ്പെണ്ണം കിടക്കുന്നുണ്ട്. 2 ദിവസമായത്. 2 ദിവസമായതാ. 2 ദിവസമായതാ. ആ 2 ദിവസമായതാ. താഴെ പോകണ്ടല്ലോ.
ഇങ്ങനെ നമ്മളെ കാണുമ്പോഴാണ് മൊത്തം. ഇതിനപ്പുറം തൊട്ട് ഫോറസ്റ്റ് അല്ലേ? തേക്ക് നിൽക്കുന്ന തേക്ക് നിൽക്കുന്ന എല്ലാം ഫോറസ്റ്റിന് സ്ഥലത്ത്. ഇവിടെ കൊണ്ടാ ഇരുവാപ്പുഴ കെട്ടി തിരിച്ചേക്ക് അതാണ് അധികം. ഇതൊക്കെ ആന തള്ളി മറിച്ചിട്ടേക്കുന്ന അടിയാണ്. ഇതൊക്കെ മൊത്തം ഇതെല്ലാം ആന മറിച്ച് ഒരു പരിവാക്കി ഇട്ടേക്കുക. നോക്ക്, ഫെൻസിങ്, ഫോറസ്റ്റിന്റെ ഫെൻസിങ് അല്ലേ? അത് നമ്മുടെയാണോ? വേണ്ട, ഇത് നമ്മുടെ സ്ഥലം, അപ്പുറത്ത് ഫോറസ്റ്റ്. വേണ്ട, ആന ഇതെല്ലാം വന്ന് കയറി ഇറങ്ങി പോകുന്നത് ഇതുവഴിയാ. നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ബൗണ്ടറിയാണ്. ഇതിനപ്പുറം ഈ പ്ലേസിന് നേരെ അപ്പുറം ഫോറസ്റ്റാണ്. ജീനാമ ഇപ്പം നിൽക്കുന്ന പകുതി ഫോറസ്റ്റിൽ പകുതി ഇവിടുവാണ്. ഇതിനാണ് എൻക്രോച്ച് എന്ന് പറയുന്ന സ്ഥലം. ഈ പണ്ടുള്ള മനുഷ്യർ ഈ ഒരു ഏരിയയ്ക്ക് പറയും എൻക്രോച്ച് എന്നൊക്കെയാണ് പറയുന്നത്, പഴയമക്കാർ പറയുന്നത്. ആന്റി ഇതിനെന്താ പറയുന്നത്? നമ്മൾ കെട്ടിയേക്കുന്നതിന് എന്താ പറയുന്നത്? ഇരുവാപ്പുഴ വെട്ടിയേക്കാണെന്നാ പറയുന്നത്. ഇരുവാപ്പുഴ. മൂർഖന്റെ ആണല്ലേ? ഇന്നത്തെയാ മൂർഖന്റെ പടം ഉണ്ടോ? ഡേറ്റ് ഇട്ടില്ല. ഭയങ്കര മുട്ടോണത്തിന് കേട്ടോ. കൊടിയൊക്കെ കയറി പറക്കടി. കൊടിയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. മരത്തിലെല്ലാം ഇഷ്ടം പോലെ കൊടിയുണ്ട് കേട്ടോ. ജീനാമയാണ് നമ്മുടെ പുതിയ ഗൈഡ്. പൊന്നായി ഗൈഡ്. പാമ്പിനെ പടം കണ്ടപ്പോഴേ പൊന്നായി പടമായി കയറിപ്പോയി. ഇനി ജീനാമയാണ് നമ്മുടെ പുതിയ ഗൈഡ്. ഇതൊക്കെയാണ് ഇവിടെ ആനകരം മെയിൻ ആണ്. ഇത് നോക്കിയിട്ട് വേണ്ട, ആന നശിപ്പിച്ചിട്ടുണ്ട്. തെളിച്ചങ്ങ് ഇട്ടേക്ക് നോക്ക്. ആ വൈകുന്നേരത്തേക്ക് എത്തും സാറുമാർ. ഏതാടി ഇത്? എന്തോനും കൊള്ളാം. ജിത്തു ഐസുകൂട്ടം തോളത്ത് കയറിയോ? വീണ്ടും കാട്ടിക്കൂടി ഇങ്ങനെ സഞ്ചരിക്കാൻ പോകണ്ട. വഴിയില്ല, തെളിച്ചില്ലല്ലേ? എന്നാ വന്നാഴി തിരിച്ചു പോവാം. ആ ഇവിടെ എല്ലാം കേട് കിടന്ന നല്ലപോലെ മെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരോട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവർക്ക് വഴി അറിയാം, അവരപ്പുറത്തോട് പോകത്തോളും. കാടും മേടും ഓർഡറാന്ന്. ടാങ്കിനകത്ത് വല്ല ഉണ്ടോ ഇനി? ആനയാണോ? എവിടെ കയറി ഇറങ്ങിയേക്കുന്നു? എവിടെ ഇട്ട് അടിച്ചേക്കുന്നു? ഓടി, അതൊക്കെ നേരത്തെ കണ്ട. ഇന്നത്തെയാണോ? തൊടാണോ കാണും. ബാ തിരിച്ചു പോവാം. ഇവിടെയൊക്കെ മൊത്തം ആന കയറി നേങ്ങിയിട്ടുണ്ട്. അതുണ്ട് ഇപ്പോഴെങ്ങാണ്ട് കയറി ഇറങ്ങി പോയിട്ടുണ്ട് കുറച്ച്. അതൊക്കെ തെളിച്ച് കിടപ്പുണ്ട് അവിടെ എല്ലാം ചവിട്ടി മതിച്ചത്. ചെറുതായിട്ട് ആനയുടെ മണവും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതേ ഉള്ളൂ. എന്താ ഇസ് കിട്ടാതെ? ഇസ് കണ്ടിട്ടുണ്ടോ സാധനം എന്ത് വന്ന്? പുളി കഴിച്ചോടെ ഇസ് പന്നെ? അതെങ്ങനെ ഇസ് കഴിച്ചേ? എടി എൻ്റെ വീഡിയോ ഒന്ന് എടുത്തില്ല ഇസ് കഴിക്കുന്നതായിട്ട്. പന്ന കഴിച്ചാലോ? പിന്നെ പുളിക്ക് പുളിയല്ലാതെ മധുരം ഒന്നുള്ളേ.
ഏഴമാൻ്റെ അപ്പി നമ്മൾ ആടിൻ്റെ അപ്പി പോലെ കിടക്കുന്നു. ആടിൻ്റെ കാഷ്ടം പോലെ അപ്പി കാഷ്ടം പോലെ. ഇസുകുട്ടാ ഓ സൂക്ഷിച്ചു പോണേ. ഇതുങ്ങളെന്തിനാണ് കൂവിക്കൊണ്ട് പോകുന്നു? മോനെ എല്ലാവരും ഗ്രാമ്പൂ ഹണ്ടിലാണ്. ഗ്രാമ്പൂ ഹണ്ട്, ഗ്രാമ്പൂ പറിക്കുക. ഗ്രാമ്പൂ ഇവിടെ അഞ്ചുമൊക്കെ പഠിക്കുന്നു. ഉഷാൻറ്റി ഇവിടെ ഉണ്ട്, മമ്മി ഒക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നു. നമ്മുടെ ശ്രവ്യ അക്ഷരം എഴുതി പഠിച്ച ഭിത്തിയാ കണ്ടു. ലാസ്റ്റ് ഇവിടെ അവളായിരുന്നു ഏറ്റവും ചെറുത്. അവിടെ വണ്ടി ജീപ്പ് വരച്ചേക്കുന്നുണ്ട്, ജീപ്പും പട്ടമൊക്കെ വരച്ചേക്കുന്നുണ്ടോ. ശ്രദ്ധയുടെ കലാവിരുദ്ധ. പക്ഷെ അവൾ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല, അവൾക്ക് ലീവ് കിട്ടിയില്ല. ശ്രവ്യയുടെ വീട് ബസ്സാ. ആ ബസ്സിന്റെ പേരെന്താണെന്നറിയാമോ? ശ്രീശാസ്ത്ര. അല്ലടി വേറെ എന്താ പേരിക്കുന്നത്? അപ്പൂപ്പന്. ലാസ്റ്റ് കൊച്ചുകള് മമ്മി പതിനൊന്ന്. അങ്ങനെ മനോഹരമായ ഒരു ദിവസത്തെ ഔട്ടിങ്ങിന് ശേഷം കൊക്കാത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. വീടിനോട് കൂടി നമ്മൾ ഇവിടെ പറയണം. മഞ്ചാച്ചാ എന്തെങ്കിലും പറയണ്ടോ? അതെ, സങ്കടത്തോടെ കൂടിയാണ് നമ്മൾ വീടിനോട് പറഞ്ഞത്. ഇനി ഇങ്ങനൊരു മോചന വരും. ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ഒരു 6 മാസത്തിനുള്ളിൽ ഇനി നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ. അപ്പം പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്. ബൈ കൊടുക്ക്. ബൈ.